ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻ വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി ആദ്യം വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അരിപ്പൊടി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ചൂടാറിയതിനു ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ മാവ് കുഴച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 1/4 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇതിലിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമും കിസ്മിസും ആണ് ചേർക്കുന്നത്. ആവശ്യമുള്ള നട്ട്സ് ഒക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും ചേർക്കണം. ഞാനിവിടെ ഒരു ചെറിയ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ മിക്സ് ആക്കി നമുക്ക് മാറ്റി വെക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടാവുമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്ക് പഴത്തിന് തൊലി കളഞ്ഞ ശേഷം നടുവേ മുറിച്ച് നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്സ് ഒക്കെ അകത്ത് വെക്കുന്ന രീതിയിൽ പഴത്തിനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി പഴത്തിനെ ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. സ്പൂൺ കൊണ്ടോ ചെറിയ സ്പൂൺ കൊണ്ടോ ഒക്കെ ഫില്ലിങ്സ് ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് ഇനി മാറ്റി വയ്ക്കാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് പ്രസ്സാക്കി കൊടുക്കണം. പ്രസ്സാക്കി കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ജോലിയിലോട്ട് കിടക്കുകയാണ്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഈ മാവ് നമ്മളെടുത്ത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ എല്ലായിടത്തും കവർ ചെയ്ത് കൊടുക്കണം ആ മാവ് വെച്ച്. ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും ഫില്ല് ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ. മാവ് എല്ലായിടത്തും കവർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എളുപ്പത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കൈ കൊണ്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ കവർ ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുത്താൽ മതിയാവും. ആവി പാത്രത്തിൽ വേവിച്ചെടുത്താൽ മതിയാവും. അതിനു മുമ്പ് എല്ലാ ഭാവവും നന്നായിട്ടൊന്ന് കവർ ചെയ്തിരിക്കണം. ഈ മാവ് കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്യണം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വാഴയിലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കവർ ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ച നമ്മളെ നേന്ത്രപ്പഴത്തെ ഓരോന്നായി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വാഴയില വെച്ച് കവർ ചെയ്ത ശേഷം ഇഡ്ഡലി പാത്രം വെച്ച് അടച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു 20 മിനിറ്റ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല സ്വാദാണ്, അതുകൂടാതെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൂടാതെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിനെ മറ്റൊരു പാത്രത്തിൽ മാറ്റാവുന്നതാണ്. പതുക്കെ എടുത്ത് മറ്റൊരു പാത്രത്തിൽ ആക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി ഒരു ചെറിയ പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. നമുക്കിതിനെ എടുത്ത് മറ്റൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി
മുറിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ നമ്മൾ ആ പുറത്തുള്ള കവറിങ് പ്ലസ് അകത്തുള്ള ബനാന പ്ലസ് അതിനകത്തുള്ള ഫില്ലിങ്സ് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള നല്ലൊരു ഭംഗി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഈ ഭംഗി കണ്ട് ഉറപ്പായിട്ടും എല്ലാവരും കഴിച്ചു പോകും. കൂടാതെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളാണ്, കൂടാതെ ഹെൽത്തിയാണ്, കൂടാതെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റിവ്യൂ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.